ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമുണ്ട് നമ്മളെക്കൊണ്ട് പറ്റാവുന്നത്. ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും ചെറിയ വിജയങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് സിമ്പിളായി എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം എന്നുള്ളതാണ്. ഹൗ ടു റൈറ്റ് സിമ്പിൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. വളരെ വലിയ പ്രോംപ്റ്റുകളും ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം. ആദ്യമായിട്ട് നമ്മളൊരു സമയം പിക്ക് ചെയ്യണം. ആ സമയം നമ്മൾ റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഐദർ മോർണിംഗ് ഓർ ഈവനിങ്. ചില ആളുകൾ മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി തുടങ്ങുന്നവരുണ്ട്. ആ ദിവസം ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവരുണ്ട്. എഴുതി 3 ലൈൻ റൈറ്റ് ദ ഡേറ്റ്. നമ്മൾ എന്താ എഴുതാൻ പോണേ, എന്നാ എഴുതാൻ പോണേ, ഒരു ചെറിയ ധാരണയ്ക്ക് വേണ്ടി. അത് വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്നാലും ഡേറ്റ് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ ഡേറ്റ് ഒന്ന് എഴുതി വയ്ക്കാം. ലിസ്റ്റ് 3 തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. 3 കാര്യങ്ങൾ മതി. നമ്മൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളതെന്ന്. കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യണത് നൈറ്റ് ടൈമിൽ എഴുതാനായിരിക്കില്ലേ. കാരണം രാത്രിയാകുമ്പോൾ ആ ദിവസത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാ വെച്ചാൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതിന് നന്ദിയുള്ളവനാണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫ്രണ്ട് ഹു ഹെൽപ്പ് മീ. എന്നെ സഹായിച്ച ആ സുഹൃത്തിന് നന്ദി. വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് എഴുതാം. അതുപോലെ സിമ്പിളായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വിട്ടു പോകാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാൻ പഠിക്കാം. ചിലപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നുള്ളത് ഒരു ടാസ്ക്കായിട്ട് നമുക്ക് പിന്നീട് തോന്നും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് 2-3 ലൈൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിരിക്കും, അത് റിയൽ ആയിരിക്കും, അതോടെ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ചെറിയ റിഫ്ലക്ഷൻസ് വന്നു തുടങ്ങും. നമ്മൾ ചെറിയ കാര്യങ്ങൾ നന്ദിയോടുകൂടി ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സിമ്പിൾ കാര്യം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആ ഒരു സമയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. രാത്രിയാണ് എഴുതുന്നതെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പോയിന്റ്സ് ഓർത്തെടുക്കാൻ പറ്റും. പിന്നെ അത് എഴുതുമ്പോൾ ഫീൽ ചെയ്ത് എഴുതണം എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് എനിക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതിന് നന്ദി എന്ന് എഴുതുമ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഇന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് നന്ദി എന്ന് പറയുന്നത് കൂടാണ്ട് ഇന്ന് എനിക്ക് ഗംഭീരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യാൻ സാധിച്ചു, നന്ദി. അങ്ങനെ എഴുതുമ്പോൾ ഒരു കുറച്ചും കൂടി അതിനൊരു ഫീല് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ പിന്നെ അതുപോലെ തീയതി കൊടുക്കുമ്പോൾ ആ ഡേറ്റ് കൊടുക്കുമ്പോൾ എന്താ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസത്തിന് കൂടി പ്രാധാന്യം കൊടുക്കണം. 30 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ദിവസം ഈ തീയതി എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 3 കാര്യങ്ങൾ എഴുതി ശ്രമിക്കുക കേട്ടോ. കാരണം കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെഷീൻ റൈറ്റിംഗ് പോലെ തോന്നില്ല. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് എഴുതുമ്പോൾ ടുഡേ ഫെൽറ്റ് എന്നും കൂടി അവസാനം എഴുതാം. എനിക്ക് ഇന്ന് ഇങ്ങനെയാണ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്, ഞാൻ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, ഈ ദിവസത്തെ എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്നെഴുതാം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ വിജയങ്ങൾ. ജീവിതത്തിലെല്ലാം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല അല്ലേ. പിന്നെ പൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് കിട്ടണം എന്നില്ല. എല്ലാവർക്കും പൂർണ്ണതയോടുകൂടിയുള്ളൊരു ജീവിതം അത് സ്വപ്നതുല്യമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാം കിട്ടിയിട്ട് നമുക്ക് നന്ദിയുള്ളവനാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശ്രമം നടത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാത്ത കുറേ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ 24 അവേഴ്സിലുണ്ടാവും. ആ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നന്ദി പറയാം. നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നന്ദി പറയാം. ഒരു വരി എഴുതാം, ഒരു നിമിഷം ഒരു വരി എഴുതുക. അത് തന്നെ നമ്മളെ നാളെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകാൻ സഹായിക്കും. നന്ദിയോടെ ഒരു ദിവസം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ഭാരം കുറവായിരിക്കും. സിമ്പിളായിട്ടുള്ള ഡെയിലി പ്രോംസ് ഇവിടെ പറയാം കേട്ടോ. ഇന്ന് ഞാൻ നന്ദിയുള്ളത് എന്തിനാണ്, നമുക്ക് ഓർക്കാം ഇന്ന് ഞാൻ നന്ദിയുള്ളത് എന്തിനാണെന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ പറയാണ്ട് തന്നെ ആരെങ്കിലും എടുത്തു കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ ആ സ്പെസിഫിക് പേഴ്സൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇദ്ദേഹം എനിക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം അത്യാവശ്യ സമയത്ത് എടുത്തു തന്നതിന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു എന്ന് എഴുതാം. ഇന്ന് നടന്ന ഒരു നല്ല കാര്യമാണ്, ഇന്ന് എനിക്ക് കുറച്ച് ഇൻക്രിമെൻറ്റ് കിട്ടി, സാലറി ഇൻക്രിമെൻറ്റ് കിട്ടി, ആൻഡ് ഐ എം സോ ഹാപ്പി, താങ്ക് യു എന്നെഴുതാം. ഇന്ന് എന്നെ ചെറിയതായിട്ട് സന്തോഷിപ്പിച്ച ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെഴുതാം. ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴൊക്കെയോ നിങ്ങൾ സഹായിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തി ചിലപ്പോൾ അദ്ദേഹം തന്നെ മറന്നു പോയിട്ടുണ്ടാവും. പിന്നീട് കുറേ നാൾക്ക് ശേഷം ഹായ് ഹലോ എന്ന് പറഞ്ഞാലും കൂടി അദ്ദേഹത്തിന് ഒരു നന്ദി പറയാം. അദ്ദേഹം എന്നെ ഓർത്തല്ലോ എന്ന്. ഇന്ന് ഞാൻ പഠിച്ച നല്ലൊരു കാര്യം, ചിലപ്പോൾ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം പോയല്ലോ എന്ന് വിചാരിക്കുന്നതിനും കൂടുതൽ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്ത് പഠിച്ചു, ആ ഒരു നല്ല കാര്യത്തിന്, ആ ഒരു നല്ല പാഠത്തിന് നന്ദി പറയാം. എല്ലാ ദിവസവും ഒന്നും നല്ലതായിന്ന് വരില്ല.
എങ്കിലും അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്തല്ലോ, വി ഫെൽ സം എക്സ്പീരിയൻസ്. ആ ഒരു സംഭവത്തിന് നന്ദി പറയാം. ഇന്ന് ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യം, ഇന്ന് ഞാൻ ഇത്രയും ടാസ്കുകൾ ചെയ്ത് തീർത്തു. അല്ലെങ്കിൽ വേറൊരു കാര്യം കേട്ടോ, ഇന്നൊന്ന് മടി പിടിച്ചാണ് ഇരുന്നതെന്ന് വെച്ചോ, പക്ഷേ ഐ ഹാവ് ടേക്കൺ മൈ റെസ്റ്റ്, എനഫ് റെസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു റീസെറ്റ് ടൈം നന്നായി ഉപയോഗിച്ചു. നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടും, അപ്പോൾ ഒരു റീസെറ്റ് ബട്ടൺ പോലെ ഞാൻ റീസെറ്റ് ചെയ്യാൻ ആ ഒരു നമ്മൾ ഒരു വിശ്രമ സമയം നന്നായി ഉപയോഗിച്ചു എന്ന് എഴുതാം. അതിലെനിക്ക് അഭിമാനിക്കാമല്ലോ. ഞാൻ ഇത്രയും ദിവസം വർക്ക് ചെയ്തു, ഔട്ട് ഓഫ് 7 days ഇൻ എ വീക്ക് ഞാൻ ഒരു ദിവസം റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തു, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു, 5 മിനിറ്റ് എനിക്ക് വേണ്ടി ഞാൻ പാട്ട് കേട്ടു. അങ്ങനെ അഭിമാനത്തോടുകൂടി അതെഴുതാം. ഇന്ന് ഞാൻ സമാധാനം ലഭിച്ച സമയം. ഒരു ദിവസം കയാസായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഈ ഒരു 5 മിനിറ്റ് എനിക്ക് സമാധാനം കിട്ടി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് സമാധാനത്തോടു കൂടി കണ്ണടച്ചിരിക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി. അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അത് എഴുതാം. ഇന്ന് എനിക്ക് ലഭിച്ച ഒരു ബ്ലെസ്സിങ് എന്താണ്? ചില സമയത്ത് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന സംഭവങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളോ ആയിരുന്നു വരില്ല. ചിലപ്പോൾ ചില ആളുകൾ ഒത്തുള്ള സമയമായിരിക്കാം, ചില ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള സമയമായിരിക്കാം, ചില ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പമുള്ള സമയമായിരിക്കാം. ദോസ് ആർ ദ ബ്ലെസ്സിങ്സ് അല്ലേ. സിമ്പിളായിട്ടുള്ള ഡെയിലി പ്രോംസ് കിട്ടില്ലേ, ടുഡേ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ, അത് ഫീൽ ചെയ്തിട്ട് എഴുതാം. വൺ തിങ് ദാറ്റ് ഹാപ്പൻ ടുഡേ, എന്തെങ്കിലും കുഞ്ഞു കാര്യം, സംതിങ് ദാറ്റ് സ്മോൾ തിങ് ദാറ്റ് മെയ്ഡ് മീ സ്മൈൽ ടുഡേ. ചില കാര്യം കണ്ടിട്ട് നമ്മൾ ചിരിച്ചു പോകില്ലേ, ചിലപ്പോൾ കുഞ്ഞു കുട്ടികൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോഴാവും അല്ലേ. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ചില റീൽസോ വീഡിയോസോ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കുടുകൂടാ ചിരിക്കുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടാവില്ല. വൺ ലെസൺ ഐ ലേൺ ടുഡേ, ഒരു പാഠം നമ്മൾ പഠിച്ചത് എന്താണ്? സംവൺ ഹു ഹെൽപ്പ് മീ ടുഡേ, എ മൊമെന്റ് ദാറ്റ് ഗേവ് മീ പീസ് ടുഡേ, സംതിങ് ഐ എം പ്രൗഡ് ഓഫ് ടുഡേ, വൺ ബ്ലെസ്സിങ് ഐ റിസീവ് ടുഡേ. You don't need a perfect life to feel grateful. You just need to pause and notice what didn't break you today. Write it down, one line, one moment. Because when you start respecting the small good things, life slowly starts respecting you back. എപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതമൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഉള്ള ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ഒരു നിമിഷം നിന്നിട്ട് നമ്മൾ അതിനോട് നന്ദി പറയാൻ തുടങ്ങി എങ്കിൽ നമ്മളുടെ ജീവിതം നമ്മൾ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് തിരിച്ച് ഇത്തരം നന്ദി നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നവരാണ്. ഗ്രാറ്റിറ്റ്യൂഡ് വോണ്ട് ചേഞ്ച് യുവർ പാസ്റ്റ്. അവിടെ പാസ്റ്റിൽ വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിന്ന് വെച്ചോ, ഒന്നും നമുക്ക് നന്ദി പറയാൻ പറ്റുന്ന അനുഭവങ്ങളില്ല. പക്ഷേ ഇന്നത്തെ ദിവസം കുട്ടി കുട്ടി അനുഭവങ്ങളുണ്ടല്ലോ, അതിലൊരു 3 എഴുതിയിട്ട് ഇന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. ബട്ട് ഇറ്റ് വിൽ ചേഞ്ച് ഹൗ യു വാക്ക് ഇൻ ടു ടുമോറോ എന്ന് പറയുന്നത്. പാസ്റ്റൊന്നും നമുക്ക് മാറ്റി മറിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നാളേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഒരു നാളെ ബെറ്റർ ആക്കാൻ ഇന്നത്തെ നമ്മുടെ ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ചെറിയ കാര്യമാണല്ലോ, ശ്രമിച്ചു നോക്കാം. അപ്പം ഇന്ന് ഉറങ്ങണേറ്റ് മുൻപ് നന്ദി തോന്നുന്ന 3 കാര്യങ്ങൾ എഴുതാം. അതുപോലെ എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് നന്ദി തോന്നുന്ന 3 കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതും പറ്റില്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാം. ഇതെല്ലാം സന്തോഷമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരം വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു യെസ് ഓർ തംസ് അപ്പ് ഇടാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.